അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഷിപ്പ്റെക്ക് നടന്ന കാര്യം പോയി നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അവിടാണ് ഷിപ്പ്റെക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഏരിയയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പോയി കണ്ട അടുത്ത് നിന്ന്. അതെ, അവിടുത്തെ വ്യക്തമായിട്ട് അത് കാണാം. പിന്നെ അത് ഇടിച്ച് കഴിഞ്ഞിട്ട് അവർ കയറുന്നുണ്ടല്ലോ, ഈ മാൾട്ടയിലേക്ക് കയറുന്ന ഏരിയയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അവർ പിന്നെ ഇവിടെ വന്ന് കയറി തീ കായുന്നതും ഒരു ഫയറൊക്കെ ഇട്ട് അണലി കടിക്കുന്നതായിട്ടൊക്കെ കാണുന്നില്ല, അതൊക്കെ ഈ ഏരിയയിലാണ്. അവിടെ അത് ഇപ്പം നമ്മുടെ ചർച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അവിടുന്ന് നോക്കിയാൽ അവർ നീന്തി കയറി നിൽക്കുന്ന ഏരിയ. അപ്പം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പൗലോസ് അവരുടെ യാത്രയിൽ ബോട്ട് ആ രാത്രിയിൽ വന്ന് ഇടിക്കുന്നു, അവർ പ്രഭാതമാകുന്നവരെ കാത്തിരിക്കുന്നു. ഭയങ്കര ഒരു തണുപ്പുള്ള സീസണാണ്. തണുപ്പുള്ളതുണ്ട്, തണുപ്പ് കാലം തീരുന്നത് വരെ. നോർമലി ഇവിടുത്തെ ഒരു തണുപ്പ് കാലം എപ്പോഴാണ്? ഇവിടെ നവംബർ, ഡിസംബർ, ജാനുവരി, ഇപ്പം ഈ മാസം ജാനുവരി, ഫെബ്രുവരി ഉള്ള മാർച്ച് വരെയാണ് തണുപ്പ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സീസണിലാണ് വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിസംബറൊക്കെ വന്ന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചോടുകൂടി അല്ലെങ്കിൽ നവംബറിലൊക്കെ വന്ന് 3 months അതിൽ പറയുന്നുണ്ട്. 3 മാസത്തോളമാണ് ഈ മാൾട്ടയിൽ, മെലീത്തയിൽ പൗലോസ് താമസിച്ചു. ഇപ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒത്തിരി അകലമായിട്ട് തോന്നുന്നെങ്കിലും അന്നത്തെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട് അതിങ്ങനെ സ്ലീപ്പായിട്ട് മണൽത്തരികൾ പോലെ കിടന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നടന്നാൽ ഏകദേശം ഇതിൻ്റെ കാണുന്നതിൻ്റെ പകുതി ദൂരം വരെ പോകാൻ പറ്റും. ഉണ്ട്, മണലുണ്ട്, നടന്നു പോകാൻ പറ്റും. അപ്പോൾ വചനത്തിനകത്ത് പറയുന്നു, ഇവര് നീന്താൻ അറിയാവുന്നവരെല്ലാം നീന്തി, അല്ലാതെയുള്ളവർ ഇതിൻ്റെ തടിക്കഷ്ണങ്ങൾ, ഇതിൻ്റെ പടക് പൊട്ടിയതിൻ്റെ അതിലിങ്ങനെ തൂങ്ങി അതിൽ കിടന്നുമൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു, കരയിലേക്ക് കയറി. ഈ കരയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനകത്ത് പറയുവാണ്, ഈ ദേശവാസികളെ അതിൽ അഡ്രസ്സ് ചെയ്തില്ല ബർബരന്മാർ. ഈ ബർബരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന വിഭാഗത്തെയാണ് ബർബരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലാതെ ഭീകരന്മാരോ അങ്ങനെ അതല്ല. പലരും ചിന്തിക്കുന്ന വലിയ ആൾക്കാരാണ്, അങ്ങനെയല്ല. സ്വാഭാവികമായി അതിനകത്ത് പറയുന്ന ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗമാണ് മാൾട്ടയിൽ താമസിച്ചത്. ഇപ്പോഴും മാൾട്ട ദ്വീപുകാർ ഇവിടുത്തെ മാൾട്ടീസ് എന്ന കുറവുള്ള ആൾക്കാർ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ എമിഗ്രേഷൻ കൗണ്ടറിലിരിക്കുന്നവർ, ഇവിടെയുള്ള ആൾക്കാരെല്ലാം വചനത്തിനകത്ത് പറയുന്ന പോലെ തന്നെ ഇവരോട് എന്ത് ചെയ്തു, കാണിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇവിടുത്തെ അന്നത്തെ ഇവർ കൊണ്ടുവന്ന തടി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനകത്തുനിന്ന് പൗലോസിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു, അണലി ചുറ്റുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടുത്തെ ഏറ്റവും വിഷകരമായ സർപ്പമാണ് എന്ത് ചെയ്തേ ചുറ്റി. അപ്പോൾ ഇവരെല്ലാവരും ഭയന്ന്, ഈ ഭൂമിദേവി അല്ലെങ്കിൽ ഇവിടുത്തെ ദേവി പോലും ഇവനോട് കരുണ കാണിച്ചില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടു വന്നിട്ടും ഇതാ ഇവിടുത്തെ ആ സിസ്റ്റം അനുസരിച്ച് ആ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം വീർത്ത് പൊട്ടി മരിക്കും. അതാണ് ആ വിഷത്തിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പൗലോസ് വളരെ നിസാരമായി എന്ത് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് പൗലോസിന് അത് ഭയം വരാത്തതിന്റെ കാരണം, പൗലോസിനോട് വചനം കർത്താവിന്റെ ദൂതൻ ഇറങ്ങി പറഞ്ഞിരിക്കുന്നത്, നീ മാൾട്ടയിൽ ചത്തുവീഴുമെന്നല്ല, നീ മാൾട്ടയിലല്ല റോമിൽ സീസന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ പാമ്പല്ല, ഇനി എന്ത് കടിച്ചാലും പൗലോസിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ദൈവം എന്നോട് പറഞ്ഞ ദൂത് അതല്ല, ദൈവം എന്നോട് പറഞ്ഞ ആലോചന മാൾട്ടയിൽ വന്ന് പാമ്പ് കടിച്ച് ചാകുമെന്നല്ല. അതുകൊണ്ടാണ് പൗലോസ് ധൈര്യമായി എന്ത് ചെയ്യുമെന്ന് ഇതിലേക്ക് തീക്കകത്തേക്ക് തന്നെ കുടഞ്ഞു കളഞ്ഞു. ഇതിൽ ആ തീക്കകത്ത് വേണ്ടി ചത്തു. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അങ്ങനെ പൗലോസ് അത് ചെയ്തുകൊണ്ട് മാൾട്ടയിൽ പാമ്പില്ല എന്നൊക്കെ പല പാസ്റ്റേഴ്സും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് തിരക്കുമ്പോൾ നീതുവും ഒക്കെ പറഞ്ഞത് ഇവിടെ പാമ്പുണ്ട്, ഇവിടെ ഇപ്പോഴും പാമ്പൊക്കെ ഉണ്ട്. അതൊരു ചിലപ്പോൾ മിത്തോളജിയാണ്. ആൾക്കാരിങ്ങനെ പറഞ്ഞ് പാമ്പില്ല എന്നൊക്കെ പറഞ്ഞ് മാൾട്ടയിൽ ഇപ്പോഴും പാമ്പൊക്കെ ഉണ്ട്. പാമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാമ്പുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ദയ കാണിച്ചു. അപ്പോൾ അടുത്ത നമ്മൾ കാണുന്ന പെർഗ്യൂസ് എന്ന് പറഞ്ഞ മനുഷ്യന് ഇവിടെ ലാൻഡ് ഉണ്ടായിരുന്നു.
ഈ സ്ഥലത്ത് കൃഷി സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്തു, ക്ഷണിച്ചു. അതാണ് നമ്മൾ പോയ ആ സ്ഥലത്തിന്റെ പേര് റബാത്തിലേക്ക് പോയി. അവിടെ ചെന്നു. അവിടെ പൗലോസ് ആ സ്ഥലത്താണ് ഏകദേശം 3 മാസത്തോളം താമസിച്ചു. ആ പെർഗ്യോസിന്റെ അപ്പനാണ് സുഖമില്ലാതെ കിടന്നപ്പോൾ പൗലോസ് എന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് ഇത് രണ്ടാമത്തെ മിറക്കൽ. ഒന്ന്, പെർഗ്യോസ് കാണുന്നത് പാമ്പ് കടിച്ചിട്ടും മരിക്കാത്ത മനുഷ്യൻ. 2, അപ്പന് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി. അനേക രോഗികളെ മാൾട്ടയിൽ ആ സമയത്ത് ആ പെർഗ്യോസിന്റെ ഭവനത്തിൽ പൗലോസ് താമസിക്കുമ്പോൾ അനേക രോഗികളെ കൊണ്ടുവന്നു, അനേകരെ സൗഖ്യമാക്കി. അപ്പോൾ പിന്നെ പൗലോസിനും ടീമിനും പൗലോസ് നിമിത്തം ഈ 270 പേർക്കും കിട്ടുന്നത് ഭയങ്കര റിച്ച് ട്രീറ്റ്മെന്റാണ്, ആ കരുതലാണ്. ഒറ്റ ദൈവദാസൻ നിമിത്തം എന്ത് ചെയ്യുന്നു? ഒന്ന്, ആ പൗലോസ് എന്ന വ്യക്തി ആ പടകിൽ യാത്ര ചെയ്ത ഒറ്റ കാരണം കൊണ്ട് പടക് തകർന്നിട്ടും ഒരു മനുഷ്യനും ജീവൻ ആപത്ത് വന്നില്ല. 2, ഈ മാൾട്ടയിൽ വന്ന് പൗലോസിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളാൽ ഈ 276 പേർക്കും എന്ത് ചെയ്യുക? ആ ഫേവർ ഒറ്റ മനുഷ്യൻ നിമിത്തം. ആ ഫേവർ അടുത്തെന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ അടുത്ത പടക് വരുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ ഈ ജനങ്ങൾ ആ പടകിൽ എന്ത് ചെയ്യുന്നറിയോ? സ്റ്റോർ ചെയ്ത് പിന്നെ പോകുന്നത് സാധാരണ യാത്രയല്ല, ഒരു റിച്ച് യാത്രയായിട്ടാണ് റോമിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു അവസ്ഥ മാറി. അപ്പോൾ ഈ നമ്മൾ നോക്കുക, ഒരു അഭിഷിക്തൻ നിമിത്തം, ഒരു ദൈവദാസൻ നിമിത്തം. അതാ ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പറയും, ഒരു നമ്മളെ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി മതി ഒരു കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ. ഒരു യഥാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മതി നമ്മൾ പോകുന്ന ഇടത്തെ സിറ്റുവേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ ഇയാൾ ദൈവത്തെ ഇയാളുടെ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിൽ. അപ്പൊ ഇവിടെ അന്നത്തെ ബർബരന്മാർ എന്ന് പറഞ്ഞ ഈ ഇവിടത്തെ നീതി ദേവത അങ്ങനെയൊക്കെ ഉള്ള പല അന്ധവിശ്വാസങ്ങളിൽ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ 3 മാസം കൊണ്ട് പൗലോസ് ആരായി മാറുന്നു? ദൈവത്തിന്റെ പ്രതിപുരുഷനായി മാറി ദൈവിക പ്രവൃത്തികൾ ചെയ്യും. അപ്പൊ അതാണ് മാൾട്ടയുമായി ബന്ധപ്പെട്ട് ബിബ്ലിക്കൽ ഭയങ്കരമായ ഈ ജനത്തെ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു. ഇന്ന് ഈ മാൾട്ട ഒരു 90% ക്രിസ്ത്യാനിറ്റി ഉള്ള സ്ഥലമാണ്. അവരതേ ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ട്. ഒത്തിരി ചർച്ചസ് ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ മാൾട്ടയിലെ ഓൾമോസ്റ്റ് എല്ലാ ബിബ്ലിക്കൽ ലാൻഡും കവർ ചെയ്യാൻ ദൈവം സഹായിച്ചു. ദൈവം സഹായിക്കട്ടെ. നമ്മൾ ആ കാണുന്ന പള്ളി പഠിപ്പിച്ചത് മെനക്കേടായില്ലേ? അവിടെ പൗലോസ് വന്ന് തീ കാഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പണിയപ്പെട്ട ചർച്ചാണ് ഇത്. സെക്കൻഡ് വേൾഡ് വാറിൽ ഇത് തകർത്ത് കളയപ്പെട്ടുവെങ്കിലും ഇത് അതിനുശേഷം പിന്നെയും പണിയപ്പെട്ടു. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ബിബ്ലിക്കൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ പള്ളി നമുക്ക് കാണാൻ കഴിയും. ഇതുവരെ ക്യാമറ എടുത്തുകൊണ്ടിരുന്നത് ഷിജിത്താണ്, നീതുവിൻ്റെ ഹസ്ബൻഡ്. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. നീതുവിന് 20-22 വർഷമായിട്ടുള്ള പരിചയമാണ്. തൊടുപുഴ വെച്ചുള്ള പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ കാര്യങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഈ ഫാമിലി, നീതുവിൻ്റെ ഫാമിലി, നീതുവിൻ്റെ ചേട്ടൻ ഞങ്ങൾക്ക് യൂത്ത് ഇമ്പാക്റ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു. ആ ഫാമിലി തന്നെ ഞങ്ങൾക്ക് വളരെ, ഞങ്ങൾ കുടുംബമായിട്ട് തൊടുപുഴ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പും ഞങ്ങൾക്കൊരു ആരുമില്ല എന്നുള്ള ഫീലിങ്സ് മാറ്റിയ, ഞങ്ങൾക്ക് പോകാനും സംസാരിക്കാനും ഞങ്ങളൊരു കുടുംബം പോലെ ജീവിച്ച കാലഘട്ടങ്ങളാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാൾട്ടയിൽ വരാനും, ഇവരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് സെൻറ്റ് പോൾ ബേ എന്ന് പറഞ്ഞാൽ പൗലോസ് ആ ദ്വീപിൽ നിന്ന് മാൾട്ടയിലേക്ക് കയറിയ ഈ സ്ഥലത്തിൻ്റെ, ഈ ബിബ്ലിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് ഇവരുടെ താമസിക്കുന്നത്. ഇവരുടെ വീട്ടിലാണ് കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഭാഗ്യം. എപ്പോൾ ഇവിടെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴും കാണുന്നത് പൗലോസ് വന്ന് ഇടിച്ച ആ ദ്വീപും
പൗലോസ് തീ കാഞ്ഞ സ്ഥലവുമാണ്. വലിയൊരു ഭാഗ്യം അവർക്ക്, വലിയ നല്ല ഒരു സ്പോട്ട്, ഏറ്റവും വളരെ ഒരു എന്ത് ചെയ്യുക, ഒരു ലക്ഷറിയസ് സ്പോട്ട് അവിടെയാണ് ഭവനം ദൈവം അവർക്ക് നൽകി. ആ ഭവനത്തിൽ താമസിക്കാൻ ദൈവം സഹായിച്ചു. എന്നെ മീഡിയ എല്ലാം ഇവിടെ കാര്യങ്ങളെല്ലാം കാണിക്കാനും അതിൻ്റെ എല്ലാം വീഡിയോ ചെയ്യാനായിട്ട് സഹായിച്ച് നല്ലൊരു സഹോദരനാണ്. രണ്ട് ഫാമിലിക്കും സ്പെഷ്യൽ താങ്ക്സ്. ദൈവം സമൃദ്ധിയായിട്ട് ഓടിച്ചിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞങ്ങൾ വരും, ഇനിയും ബുദ്ധിമുട്ടിക്കും. ഈ ചർച്ച് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് ആ ചർച്ച് കൂടെ കാണാം. അവിടെ ബേർഡിങ്സ് ഉള്ളിൽ പോണോ? ഇത് ഇവിടെ ഇപ്പോൾ ഒരു മാസ്ക് കാണണം.